സ്പോർട്സ് ആണ് ഓപ്ഷൻ വരുന്നത്. സ്പോർട്സ് അല്ലേ? ഓക്കെ. ഏകദേശം 42,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 42,000 അന്ന് ഫസ്റ്റ് ഇറങ്ങിയ മോഡലാണ് 21 അല്ലേ? ഓക്കെ. 42,000 വണ്ടി. ടോപ്പിൻ്റെ താഴെ വരുന്ന ഓപ്ഷനാണ്. ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന ഒരു കോമ്പാക്ട് SUV സെഗ്മെൻ്റാണ് എടുത്തത്. കെയുടെ സോണറ്റ് GT ലൈനാണ് ഓപ്ഷൻ. ഏറ്റവും ടോപ്പിൻ്റെ വാഹനം. അതായത് ഇങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള വേറെ വണ്ടിയില്ല. 2021 പറഞ്ഞേ. 21 19,000 കിലോമീറ്റർ മാത്രം ഓടിയ ഈ ഒരു RXT ഡ്രൈവർ. 1 വർഷം വാറണ്ടിയും കൊടുക്കാം കേട്ടോ. വാറണ്ടി ഉണ്ട് നിങ്ങളുടെ ഷോറൂം വാറണ്ടി? ഓക്കെ. അപ്പോൾ എഞ്ചിൻ ഗിയർ ബോക്സ് അല്ല, അങ്ങനത്തെ എന്തെങ്കിലും സൈഡ് പണി വന്നു കഴിഞ്ഞാൽ വാറണ്ടിയിൽ ക്ലെയിം ചെയ്തെടുക്കാം. 16 മോഡൽ ആണ് ഓപ്ഷൻ വരുന്നത്. ഏകദേശം 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി. ലോ കിലോമീറ്റർ വണ്ടി. മാനുവൽ? അതെ മാനുവൽ. ഓക്കെ. പെട്രോൾ 1.6 മാനുവൽ പെട്രോൾ കറക്റ്റാണ്. 25,000 കിലോമീറ്റർ സിംഗിൾ യൂസ്ഡ് വണ്ടിയാണ്. ഇത് പ്രോപ്പർ സർവീസ് ഹിസ്റ്ററി ഉണ്ടോ? കമ്പനി സർവീസ് ഹിസ്റ്ററി. എല്ലാവർക്കും നമസ്കാരം. ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഓട്ടോ വെഞ്ചർ ദ കാർ ക്ലബിലാണ്. പാവങ്ങാട് ഷോറൂം, കോഴിക്കോട് പാവങ്ങാടാണ് ഈ ഷോറൂമിൻ്റെ ലൊക്കേഷൻ. ഇവർക്ക് കൊടുവള്ളി വേറൊരു ഷോറൂം ഉണ്ട് കോഴിക്കോട് ജില്ലയിൽ തന്നെ. അപ്പോൾ മോഡൽ കൂടിയ നല്ല അടിപൊളി വാഹനങ്ങൾ ലഭിക്കുന്ന ഷോറൂമാണ്. കോമ്പാക്ട് SUV, സെഡാൻ, എല്ലാ കാറ്റഗറിയും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് ചോദിച്ചറിയാം. സ്വാഗതം. എന്താ പേരെന്താ? എൻ്റെ പേര് ജിതിൻ. സെയിം ആണല്ലോ. ജിതിനും. ഓക്കെ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ കൂടെ പുള്ളി വീഡിയോയിൽ. ഫസ്റ്റ് ടൈമാണ്. ഓക്കെ. പേടിക്കണ്ട, ധൈര്യമായിട്ട്. ഓക്കെ. ഇന്നത്തെ സ്റ്റോക്ക് എങ്ങനെ? വിലകളൊക്കെ ഏകദേശം ഫൈനലാക്കി വെച്ച് ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ. എന്തായാലും കണ്ടുനോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. വീഡിയോയിലോട്ട് പോകാം അല്ലേ? ഓക്കെ. ആദ്യ വാഹനം ഹോണ്ട സിറ്റി KL 57 കൊടുവള്ളി രജിസ്ട്രേഷൻ വാഹനമാണ്. ഒരു സിൽവർ കളർ. എങ്ങനെ ഡീറ്റെയിൽ ബ്രോ? ഇത് 2015 മോഡലാണ്. VX ആണ് ഓപ്ഷൻ. ഏകദേശം ഫുൾ ഓപ്ഷനാണ് വണ്ടി വരുന്നത്. VX അന്നത്തെ ടോപ്പിന്റെ വാഹനമാണ്. സൺറൂഫ് അടക്കം വരുന്ന വണ്ടിയാണ് അല്ലേ? 15 മോഡലിൽ എത്ര കിലോമീറ്റർ ഓടി? ഏകദേശം ഒരു 1 lakh ഓടിയിട്ടുണ്ട്. മെയിൻ്റെനൻസ് പക്ക കമ്പനി സർവീസ് ആണ്. മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. പെട്രോളാണ് വണ്ടി. പെട്രോൾ. ഓക്കെ. ഓട്ടോമാറ്റിക് മാനുവലോ? ഓട്ടോമാറ്റിക്. പെട്രോൾ ഓട്ടോമാറ്റിക് 2015 1 lakh ഓടിയ ഹോണ്ട സിറ്റി. എന്തെങ്കിലും ക്ലെയിമോ റീപ്ലേസ്മെന്റ് ഉണ്ടോ? മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും. ഓണർഷിപ്പ് എത്രയല്ല? സിംഗിൾ യൂസ്ഡ് വണ്ടി. സിംഗിൾ യൂസ്ഡ് കിടക്കുന്ന വാഹനമാണ്. അപ്പോൾ സൺറൂഫ് അടക്കം വരുന്നൊരു ഹോണ്ട സിറ്റി വേണമെന്നുണ്ടെങ്കിൽ, അതായത് CVT ഗിയർ ബോക്സ് ആണ്. മൈലേജ് ഒരു 12 to 15 ഒക്കെ കണ്ടാൽ മതി മാക്സിമം. അതിനുള്ളിൽ കണ്ടാൽ മതി. പക്ഷേ ഡ്രൈവ് ചെയ്യാൻ കംഫർട്ടും മെയിൻ്റനൻസ് വളരെ കുറവായിരിക്കും ഈ രണ്ട് സാധനം അല്ലേ? എത്ര ഇപ്പോൾ ചോദിക്കുന്നുണ്ടേ? ഇത് ആസ്കിംഗ് റേറ്റ് വരുന്നത് ഏകദേശം 5,75,000. 5,75,000. 2015 VX ടോപ്പ് എൻഡ് CVT ഓട്ടോമാറ്റിക് സിറ്റി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 5 lakhs ലോൺ കയറില്ലേ? തീർച്ചയായും കയറും. 5 ലക്ഷം വരെ ലോൺ, മാക്സിമം ലോണും കിട്ടുന്നുണ്ട്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. ഇവിടെ തന്നെ വിഷ്ണു ഹോണ്ടൻ്റെ സർവീസ് ഉണ്ട് അല്ലേ? സർവീസ് സെൻറ്റർ അടുത്ത് തന്നെ ഉണ്ട്. നിങ്ങൾ കൊണ്ട് ചെക്ക് ചെയ്യാം. അടുത്ത വണ്ടിയിലുണ്ടോ? അടുത്തത് കോമ്പാക്ട് SUV സെഗ്മെൻറ്റ് ഹ്യുണ്ടായി ക്രെറ്റയാണ്. KL 56 കൊയിലാണ്ടി രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. ഇതിലിപ്പോൾ അലോയ്സ് ഒക്കെ പുറത്തും ചെയ്തതാണല്ലേ? അഡീഷണൽ അലോയ്സ് ചെയ്തതാണ്. ഏതാ ഓപ്ഷൻ? ഏതായത് മിഡ് ഓപ്ഷനാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ്, സ്റ്റീരിയോ അങ്ങനത്തെ ഓപ്ഷനെല്ലാം വരും. ബേസിക് ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടാവും. ഏതാ മോഡൽ? 2016 മോഡൽ ആണ് ഓപ്ഷൻ വരുന്നത്. ഏകദേശം 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി. ലോ കിലോമീറ്റർ വണ്ടി. മാനുവൽ? അതെ മാനുവൽ. ഓക്കെ. പെട്രോൾ 1.6 മാനുവൽ പെട്രോൾ കറക്റ്റാണ്. 25,000 കിലോമീറ്റർ സിംഗിൾ യൂസ്ഡ് വണ്ടിയാണ്. ഇത് പ്രോപ്പർ സർവീസ് ഹിസ്റ്ററി ഉണ്ടോ? കമ്പനി സർവീസ് ഹിസ്റ്ററി. ഓക്കെ. പീരിയോഡിക് എല്ലാം കറക്റ്റ് പോയതാണ്? അതെ കറക്റ്റാണ്. ഓക്കെ. അപ്പോൾ അത്രയും ലോ കിലോമീറ്റർ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വിളിക്കാം. ഒരു ക്ലെയിമും ഇല്ലല്ലോ? ഒരു ക്ലെയിമും ഇല്ല. എത്ര ഇപ്പോൾ ചോദിക്കുന്നതിന്? ഇത് ആസ്കിംഗ് റേറ്റ് 6,95,000. 6,95,000 രൂപയ്ക്ക് വെറും 25,000 കിലോമീറ്റർ ഓടിയ 2016 ക്രെറ്റ നിങ്ങൾക്ക് ഉണ്ടാവും. എസ് ഓപ്ഷൻ. അഡീഷണൽ അലോയ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി പ്രോപ്പർ സർവീസ് ഹിസ്റ്ററിയാണ്. ലോൺ ഒരു 6 lakh വരെ കിട്ടും. ക്രെറ്റ പെട്രോൾ മാനുവലാണ്. മൈലേജ് ഒരു 11 to 14 ആ റേഞ്ച് ഏകദേശം മൈലേജ് വരും. അടുത്ത വാഹനം i20 ആണ്. KL 18 രജിസ്ട്രേഷൻ ന്യൂ ഷേപ്പ് i20. കോഴിക്കോട് വടകര രജിസ്ട്രേഷൻ വാഹനമാണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2021 മോഡൽ i20 സ്പോർട്സ് ആണ് ഓപ്ഷൻ വരുന്നത്. സ്പോർട്സ് അല്ലേ? ഓക്കെ. ഏകദേശം 42,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 42,000
അന്ന് ഫസ്റ്റ് ഇറങ്ങിയ മോഡലാണ് 21 അല്ല. ഓക്കെ 42,000 വണ്ടി. ടോപ്പിന്റെ താഴെ വരുന്ന ഓപ്ഷനാണ് സ്പോർട്സ്. താഴേക്ക് താഴെ അലോയ്സും കാര്യമൊന്നും വരുള്ളൂ അല്ലേ? കാര്യങ്ങളൊക്കെ അതുപോലെ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു വീൽ കപ്പാണ്. ലോ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും? മാനുവൽ അല്ലേ? മാനുവൽ. ഓക്കെ. മൈലേജ് ഒരു 11-14 ആ റേഞ്ച് വേണ്ട. ഓക്കെ. എത്ര ഇപ്പോൾ ചോദിക്കുന്നതിന്? ഇത് 6,85. 6,85,000. ഒരു 6 lakh അബവ് ലോൺ കയറും? 6 lakh എന്തെങ്കിലും കയറും. ഓക്കെ. ഇതിന്റെ സർവീസ് ഒക്കെ പ്രോപ്പർ സർവീസ്. ഇത് നിങ്ങളുടെ വാറണ്ടി ഉണ്ടോ? അതെ, നമുക്ക് വാറണ്ടി കൊടുക്കും. വാറണ്ടി കൊടുക്കുന്നുണ്ട്. 1 year എഞ്ചിൻ ഗിയർ ബോക്സ് ഇവരുടെ ഷോറൂം വാറണ്ടി ഉണ്ട്. ഏതായാലും താല്പര്യം വിളിച്ചോളൂ. അടുത്ത വണ്ടി ഉണ്ട്. അടുത്ത സ്കോഡ റാപ്പിഡ് ആണ്. KL 11 കോഴിക്കോട് വണ്ടി തന്നെയാണ്. സിൽവർ അല്ല? എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇത് 2012 മോഡലാണ്. ഏകദേശം 1,40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പെട്രോളാ? പെട്രോൾ അല്ല, ഡീസൽ. 1,45 ഓടിയില്ല. ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. കമ്പനി സർവീസ്. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. 2012 ഡീസൽ റാപ്പിഡ് ആണ്. അത്യാവശ്യം മെയിൻ്റനൻസ് ആയിട്ട് കാണണം വണ്ടി. പക്ഷേ നല്ല മൈലേജ് കിട്ടും. 18-20 റേഞ്ച് മൈലേജ് കിട്ടും. പക്ഷേ മെയിൻ്റനൻസ് നമ്മൾ കണ്ടേ പറ്റും, കാരണം ഡീസലാണ് അല്ലേ? അതെ. ഓക്കെ. മേജർ ക്ലെയിം ഒന്നും ഇല്ലല്ലോ? മേജർ ആയിട്ടുള്ള ക്ലെയിമും ഒന്നുമില്ല. ഇപ്പോൾ സർവീസ് ചെയ്തിട്ടുണ്ടോ? എങ്ങനെയാ സർവീസ്? ഇപ്പോൾ ചെയ്തു വെച്ചതാണ്. ടൈമിംഗ് ബെൽറ്റ് ഇതൊക്കെ മാറി? ബെൽറ്റും കാര്യങ്ങളും മാറിയിട്ടില്ല. എല്ലാം മാറിയിട്ടുണ്ടല്ലോ. ഓക്കെ. കമ്പനി തന്നെയാ? അതെ. ഓക്കെ. എന്തായാലും നിലവിലെ റണ്ണിങ് കണ്ടീഷൻ നോക്കുക, മെക്കാനിക്കൽ അവസ്ഥ നോക്കുക വണ്ടിയുടെ. ഓക്കെ. കാരണം ഈ ജർമ്മൻ വണ്ടികൾ പൊതുവേ എന്ന് വെച്ചാൽ ഡീസലിൽ പ്രത്യേകിച്ചും അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ട വണ്ടി തന്നെയാണ് ഡീസലിൽ. ഓക്കെ. എത്ര കഴിഞ്ഞിപ്പോൾ ചോദിക്കുന്നത്? ഇത് 2,15,000. 2,15 നിങ്ങൾക്ക് കൊണ്ടുപോകാം എന്തായാലും. 2012 ഓപ്ഷൻ ഏതായത്? ആംബിയൻ്റ് ആണ്. മിഡിൽ ഓപ്ഷൻ വാഹനമാണ്. സ്കോഡ റാപ്പിഡ് ഡീസൽ വണ്ടി. ഒരു 18-19 റേഞ്ച് മൈലേജ് ഏകദേശം കിട്ടുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ താല്പര്യം വിളിച്ചോളൂ. ലോൺ കയറും ഇതിൽ? എത്ര? ഏകദേശം 2 വർഷം വരെ നമുക്ക് ചെയ്യാം. 2 വർഷമേ കാലാവധി കിട്ടുള്ളൂ അല്ലേ? ഒരു 1 lakh 1.5 1.5 വരെ ചെയ്യാൻ പറ്റും. ഹ്യുണ്ടൈ അക്സെന്റ് അടുത്ത വാഹനം. i10 ഗ്രാൻഡിൻ്റെ ഒരു സെഡാൻ കാറ്റഗറി. KL 10 രജിസ്ട്രേഷനാണ്. അപ്പോൾ അത്യാവശ്യം ഇവിടെ ഒരു ആളുകൾ ചോദിക്കുന്നൊരു വണ്ടിയാണ് അല്ലേ? പൊതുവെ എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2015 മോഡലാണ്. സ്പോർട്സ് ആണ് ഓപ്ഷൻ വരുന്നത്. പെട്രോളാ? പെട്രോൾ. ഓക്കെ. 15 സ്പോർട്സ് ടോപ്പിൻ്റെ താഴെ. അതെ. 42,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി. ലോ കിലോമീറ്റർ അല്ല? അതെ. സിംഗിൾ യൂസ്ഡ് ആണ് വണ്ടി. കമ്പനി സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. പ്രോപ്പർ ആണല്ലേ? ക്ലെയിമും കാര്യമൊന്നുമില്ല? മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പെട്രോൾ ഗ്രാൻഡിൻ്റെ മൈലേജ് തന്നെ ഏകദേശം 12-15 റേഞ്ച് മൈലേജ് കിട്ടും. പിന്നെ ഇത് അധികം ആളും CNG ചെയ്യാറുണ്ട്. പുറത്ത് ബോംബെ, ഡൽഹി സ്ഥലങ്ങളിലൊക്കെ അധികം CNG ഓടുന്ന നല്ലൊരു വണ്ടിയാണിത്. അപ്പോൾ CNG കയറ്റി അത്യാവശ്യം നല്ല മൈലേജും കിട്ടും നിങ്ങൾക്ക് അല്ലേ? 25-28 വരെ മൈലേജ് കിട്ടും CNG ചെയ്യുകയാണെങ്കിൽ. ഓക്കെ. പറഞ്ഞ വെച്ചാൽ ഡിക്കി സ്പേസ് ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത്. ഒരു ഗ്രാൻഡ് എടുക്കുന്നതിന് പകരം. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ഡീറ്റെയിൽ എത്ര കൊടുക്കാൻ? നമുക്കൊരു 3.25 ചോദ്യം. നെഗോഷ്യബിൾ ആണ്. നമുക്ക് റേറ്റ് 2015 സ്പോർട്സ് ലോ കിലോമീറ്റർ വണ്ടി. 3,25,000 ചോദിക്കുന്നു. പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ. ലോൺ ഒരു 2.25 കയറും? 2.25 വരെ കയറും. പ്രോപ്പർ ഹിസ്റ്ററി ഉണ്ടല്ലോ അല്ലേ? ഓക്കെ. അടുത്തൊരു 7 സീറ്റർ കാണാം. ട്രൈബറാണ്. KL 50 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇത് 2021 മോഡൽ. ഓക്കെ. RXT ആണ് ഓപ്ഷൻ വരുന്നത്. RXT ടോപ്പിൻ്റെ താഴെ വരുന്ന ഓപ്ഷനാണ്. അതെ. മിഡിലാണ്. 2021 19,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി. ലോ കിലോമീറ്റർ ആണ് ഇതും. 19,000 മാത്രം. ഓണർഷിപ്പ് സിംഗിൾ യൂസ് വണ്ടിയാണ്. ഓക്കെ. RXT എന്ന് പറയുമ്പോൾ റിയറൈസ് ഇവന്റ് കാര്യങ്ങളൊക്കെ വരും അല്ലേ? ബേസിക് 4 ഡോർ പവർ വിൻഡോ. പിന്നെ അഡീഷണലി നല്ല ആൻഡ്രോയിഡ് സ്ക്രീൻ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. മാനുവലാണ്. മൈലേജ് പെട്രോൾ മാനുവലാണ്. മൈലേജ് ഒരു 15 വരെയൊക്കെ ലോങ്ങിൽ മൈലേജ് കിട്ടും. 15-16 വരെ കിട്ടും. 16 വരെ കിട്ടും. 1 ലിറ്റർ എഞ്ചിനാണ്. ഓക്കെ. എത്ര ഇപ്പോൾ ചോദിക്കുന്നതിന്? 5,60,000. 5,60,000-ന് 2021 പറഞ്ഞേ. 21 19,000 കിലോമീറ്റർ മാത്രം ഓടിയ ഈ ഒരു RXT ഡ്രൈവർ. 1 വർഷം വാറണ്ടിയും കൊടുക്കാം. വാറണ്ടി ഉണ്ട്. നിങ്ങളുടെ ഷോറൂം വാറണ്ടിയാ? ഓക്കെ. അപ്പോൾ എഞ്ചിൻ ഗിയർ ബോക്സ് അല്ല? അങ്ങനത്തെ എന്തെങ്കിലും സൈഡ് പണി വന്നു കഴിഞ്ഞാൽ വാറണ്ടിയിൽ ക്ലെയിം ചെയ്തെടുക്കാം. അടുത്ത വണ്ടിയിലോട്ടോ. ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന ഒരു കോമ്പാക്ട് SUV സെഗ്മെൻ്റാണ് അടുത്തത്. കിയയുടെ സോണറ്റ് GT ലൈനാണ് ഓപ്ഷൻ. ഏറ്റവും ടോപ്പ് എൻ്റെ വാഹനം. അതായത് ഇങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള വേറെ വണ്ടിയില്ല. ഓക്കെ. സീറ്റ് വെന്റിലേഷൻ, വയർലെസ് ചാർജർ എല്ലാം വരുന്നുണ്ട്. പിന്നെ സൺറൂഫ്, ഇങ്ങനത്തെ ഒട്ടനവധി ഫീച്ചേഴ്സ് വരുന്ന ഒരു അടിപൊളി വാഹനമാണ്. ഇത് മാനുവലോ ഓട്ടോമാറ്റിക്? പെട്രോൾ. ഓക്കെ. ഏതാ മോഡൽ? 2020 മോഡൽ. 2020 മോഡൽ വാഹനമാണ്. ഓട്ടോ എത്ര പോയിട്ടുണ്ട്? 21,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. കമ്പനി സർവീസ് പ്രോപ്പർ സർവീസ്. 5 വർഷം കൊണ്ട് വെറും 21,000 ലോ കിലോമീറ്റർ വണ്ടി. ഓണർഷിപ്പ് സെക്കൻഡ് ആയി. ഓക്കെ.
ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ക്ലെയിം ഒരു ഡോർ റീപ്ലേസ് വന്നിട്ടുണ്ട്. ഏത് ഡോറാ? ബാക്ക് സൈഡ് ഡോർ. ബാക്ക് സൈഡ് അത് കമ്പനി തന്നെ മാറിയത്? കമ്പനി തന്നെ മാറി. ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പ് വാഹനമാണ്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഫുള്ളി ഓട്ടോമാറ്റിക് അതോ IMT ആണോ? ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. എത്ര ഇപ്പോൾ ചോദിക്കുന്നതിന്? 10,75,000. 10,75,000. 21,000 കിലോമീറ്റർ ഓടിയ 20 മോഡൽ വാഹനമാണ്. ഓക്കെ. ലോ കിലോമീറ്റർ വണ്ടി. അപ്പോൾ 10,45 പ്രൈസ് നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാമല്ലോ? അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. അത്ര ഫീച്ചേഴ്സ് വരുന്നൊരു വാഹനമാണ്. വിട്ടുകളയേണ്ട. ലോണൊരു 9,00,000 കിട്ടും. 9,00,000 കിട്ടും. അടുത്തത് ഒരു മൈക്രോ SUV അല്ലേ? എക്സ്പ്രസോ ആണ്. KL 64 ചാലക്കുടി രജിസ്ട്രേഷൻ വരുന്ന വാഹനം. റെഡ് കളർ വണ്ടി. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2021 മോഡൽ. ഓട്ടോമാറ്റിക് ആണ് വണ്ടി. ഓട്ടോമാറ്റിക് AMT ഗിയർ ബോക്സ് ആണ് വരിക. ഓക്കെ. 49,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ യൂസ്ഡ് വണ്ടിയാണ്. 2021 49,000. നോർമൽ ഓട്ടം പോയിട്ടുണ്ട്. ഓക്കെ. സിംഗിൾ യൂസ്ഡ് വാഹനം. ഫുൾ കമ്പനി സർവീസ് എല്ലാം ഉണ്ടോ? കമ്പനി സർവീസ് ഓപ്പറേഷൻ ഉണ്ട്. 1 ലിറ്റർ ഓട്ടോമാറ്റിക് ആണ്. മൈലേജ് ഒരു 14-17 വരെ കിട്ടും. 17 അതിൻ്റെ മുകളിൽ ചിലപ്പോൾ കിട്ടും. നോക്കി ഓടിച്ചാൽ എന്തായാലും കിട്ടും. അതിൻ്റെ മുകളിൽ കിട്ടുന്ന വണ്ടിയാണ്. ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. മേജർ ആക്സിഡന്റ്. എത്ര ഇപ്പോൾ നമുക്ക് വരുന്നത്? 4,75,000. 2021 മോഡൽ. 4,75. ഏതേത് ഓപ്ഷൻ? മിഡിൽ VXI ആണല്ലോ. ഓക്കെ. അപ്പോൾ ലോൺ ഒരു 4 lakhs കിട്ടും. 4 lakhs വരെ ചെയ്യാം. ഒരു 75,000 രൂപ ഉണ്ടാൽ അല്ലെങ്കിൽ അതിൽ കുറച്ച് 4,25,000 നമുക്ക് കിട്ടും. 25,000 കിട്ടും. അല്ല, പ്രൈസ് എന്തായാലും കുറച്ച് കൊടുക്കാം. ഓക്കെ. അടുത്ത വണ്ടി നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം ഹോണ്ട എമൈസ്. ഒരു കോമ്പാക്ട് സഡാൻ കാറ്റഗറിയാണ്. KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ വാഹനം. ഇത് ഓട്ടോമാറ്റിക് ആണല്ലേ? ഓട്ടോമാറ്റിക് CVT ഗിയർ ബോക്സ് വരുന്ന വാഹനമാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2018 മോഡലാണ്. ഓക്കെ. പക്ഷേ കിലോമീറ്റർ 47,000 കിലോമീറ്റർ വരെ ഓടിയിട്ടുള്ളൂ. കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ അതിൻ്റെ ഓട്ടത്തിന് എടുക്കുള്ളൂ. ഓക്കെ. ഏത് ഓപ്ഷൻ ഇത്? V ആണ് ഓപ്ഷൻ. മിഡിൽ ഓപ്ഷൻ. മിഡിൽ. അതായത് ടോപ്പിൻ്റെ താഴെ. VXന്റെ തൊട്ട് താഴെയാണ് ഈ ഒരു ഓപ്ഷൻ. എന്താ വ്യത്യാസം വരുന്ന കാര്യമായിട്ട്? ചെറിയ മാറ്റം ഉണ്ടോ തോന്നുന്നു അല്ലേ? എന്താ അറിയില്ല. പുഷ്പ ടീല് വരില്ല. വീല് വരില്ല. ഓക്കെ. അപ്പോൾ ലോ കിലോമീറ്റർ വണ്ടിയാണ് ഇത്. 2018 മോഡൽ. V ഓപ്ഷൻ. പെട്രോൾ ഓട്ടോമാറ്റിക് അമേസ് ആണ്. മൈലേജ് ഒരു 11-15 അതിൻ്റെ ഇടയിൽ. ഓക്കെ. സെക്കൻഡ് ഓണറാണ് വരുന്നത്. എത്ര ഇപ്പോൾ ചോദിക്കുന്നത് ഇവിടെ? 6,50,000 രൂപയ്ക്ക് 18 ഈ ഒരു ഓട്ടോമാറ്റിക് അമേസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ ക്ലെയിമും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് വാറണ്ടി 1,00,000 കിലോമീറ്റർ വരെ 1 year വാറണ്ടി ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അത് നേരത്തെ കാണിച്ച എക്സ്പ്രസോന് കൊടുക്കാം. കൊടുക്കാൻ പറ്റില്ല. മോഡൽ കൂടിയ വണ്ടിയൊക്കെ എല്ലാം 16 ശേഷമുള്ള വണ്ടിക്കൊക്കെ നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചോളൂ. ഇവർക്ക് ഇവിടെ മാത്രമല്ല, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ കൊടുവള്ളിയിൽ ഷോറൂമുണ്ട്. അപ്പോൾ വേറെ സ്റ്റോക്കുകൾ അവൈലബിൾ ആണ്. ഇപ്പം നമ്മൾ ഇവിടെ ഈ ഒരു സ്ഥലപരിമിതിക്കുള്ളിൽ നമ്മൾ ഇത്രയും കാണിച്ചിട്ടുള്ളൂ അല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം. ഇവർ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമൻസിൽ രേഖപ്പെടുത്തുക. മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു ബ്രോ. വെൽക്കം. ബൈ.